നിങ്ങൾ നോക്കി, നിന്നോട് പറഞ്ഞാലും ശരിയാത്തുള്ളൂ. കുച്ചുപ്പിടിക്കും പരനാട്യത്തിനും ഗംഗാധരന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ആരാ ഗംഗാധരനോ? ഗംഗാധരൻ ഞാനല്ലേ. ഈ നിൽക്കുന്ന പുള്ളിയല്ലേ ഗംഗാധരൻ? പുള്ളി രാവിലെ പോലെ കറം കിടക്കുക. ചെല്ല ചെല്ല ചെല്ല. ഇവന് പണ്ടേ എന്നെ ഇഷ്ടമല്ല. ഇത് കുച്ചുപ്പിടി മത്സരമാണ്. കുച്ചുപ്പിടിക്കുള്ള പിള്ളേരെ ഇങ്ങോട്ട് വന്നേ കേട്ടോ. ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ പോയി കാര്യം നടത്തുന്നത് സ്റ്റേജിൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടരുത്. ഒന്ന് ചെല്ലേ പോ. ചിന്നുമോൾ ചേട്ടാ, ചിന്നുമോൾ. ഇവിടെ ചിന്നുമോളെ വിളിക്കുമ്പോ ചിന്നുമോനാണോ വരുന്നത്? ചിന്നുമോളുടെ അച്ഛനാണോ? ചിന്നുമോൾ എന്ത്? അവളോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 3 ചിന്നുമോളുടെ നമ്പരെ. ചെല്ലേ ചെല്ലേ വേഗം ചെല്ലേ. അവിടെ ആളുണ്ട്. അടുത്ത നമ്പർ ആരുടെ പറയാം. മോനില്ലേ സുമേഷ്, കുച്ചുപ്പിടിക്ക് അവന്റെ കസ്റ്റമർ അവന്റെ കസ്റ്റമർ അവനെന്ത്? അയ്യോ അതറിഞ്ഞില്ല. അവന്റെ കാലം കുപ്പിച്ചിലുണ്ട്. കുപ്പിച്ചില് കൊണ്ടോ? കുപ്പിച്ചില് കൊണ്ടവനെ കുച്ചുപ്പിടി കളിക്കും. അല്ല അവൻ കളിക്കില്ലല്ലോ. അവന്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തില്ല. അങ്ങനെ പകരാൻ പറ്റത്തില്ല. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? അവന്റെ കാലം കുപ്പിച്ചില് കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നാ അവൻ കളിക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കല്ലേ. നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മച്ചോൻ പറ കേട്ടോ. നീ എന്നെ മൂപ്പിക്കാനൊന്നും നിൽക്കല്ലേ. പകരത്തിന് കളിയൊന്നുമില്ല ഇവിടെ. പകരത്തിന് കളിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ഞാനാ തീരുമാനിക്കുന്നത്. മോനെ നീ ആ ചെസ്റ്റം തരത്തില്ലെന്ന് നോക്കിക്കോ. നീയൊക്കെ നെറ്റ് കിട്ടിക്കോ. എല്ലാം കിട്ടും. ഞാൻ ഈ ഇവിടുത്തെ മെമ്പറാണ്, ഈ ക്ലബിന്റെ മെമ്പറാണ്. ബൈജു ഇവിടെ കുച്ചുകൂടി കളിക്കില്ല. ബൈജു ഇവിടെ കളിക്കത്തില്ല. ആര് പറഞ്ഞു? കളിക്കത്തില്ല. ഓ നീ നോക്കിക്കോ മോനെ. കാണിക്കാം. കാണിച്ചു തന്നാ മതി. ഒന്ന് പോരാ വിടുന്നു. പിന്നെ കാണിക്കാം. കള്ളം കുടിച്ചോണ്ട് ആവശ്യമില്ലാത്ത കേസ് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് രാവിലെ ഇറങ്ങിക്കോളും. സാർ അത് നോക്ക്, ഞാൻ ഇവിടെ എഴുതട്ടത്. Nara
കാണിക്കുന്നത് എല്ലാം തോന്നുന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നീ എന്തുകൂടെ കിടന്ന് കാണിക്കുന്നത്? ഞാൻ കുച്ചുപ്പൂടി കളിച്ചതാ. എന്റെ മോന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ കുച്ചുപ്പൂടി കളിക്കുന്നത്. മോന്റെ അഭിമാനം ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കി വെച്ചിട്ടാണോ താൻ കുച്ചിപ്പുടി കളിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അപമാനം ഉണ്ടാക്കി. നീ ചെസ്റ്റ് നമ്പർ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞല്ലടാ തരാൻ പറ്റത്തില്ലെന്ന്. നിങ്ങളുടെ ചെസ്റ്റ് നമ്പർ ഒന്നും എനിക്ക് വേണം. ഞാൻ ചെസ്റ്റ് നമ്പർ പോലും ഇല്ലാതെ ഇവിടെ കളിക്കാം. ആരും ചോദിച്ചില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയാണോ കുച്ചുപ്പുടി കളിക്കുന്നത്? ഇങ്ങനെ കളിക്കാൻ പറ്റും. അങ്ങനെ എന്താ ഈ കുച്ചുപ്പൂടിക്ക് കുഴപ്പമെന്താ? ഇത് എന്ത് കുച്ചുപ്പുടിയാണോ? പാത്രത്തിൽ കളിക്കുന്ന ഇങ്ങനാണോ? ഇതെന്ത് കുഴപ്പമൊന്നുമല്ല. പിന്നെ ഈ പാത്രം ശരിയാകാത്തോണ്ടാ. മനസ്സിലായി? അത് ഈ കൊച്ചു പിള്ളേര് കളിക്കുന്ന പാത്രമല്ലേ. ഞാൻ പ്രായമായതുകൊണ്ട് ആ പാത്രം എനിക്ക് സൂട്ടല്ലെന്ന്. എടാ കുച്ചുപ്പുടി കളിക്കുന്ന പാത്രമാണ് ആ പാത്രം. ചേടാ ആ പാത്രം എനിക്ക് ചേരത്തില്ല. ആ പാത്രം ശരിയാത്തോണ്ടല്ലേ. എന്നാ നീ ആ പാത്രം ശരിയാക്കിട്ട് ഇവിടെ കളിച്ചാ മതി. അത് മതി. എടാ പാത്രം ശരിയാക്കി കളിച്ചാ മതി എന്ന്. പാത്രം ശരിയാക്കിട്ട് അടിക്കും ഞാൻ. പാത്രം ശരിയാക്കിട്ട് പോടാ. എന്നാ പാത്രം ശരിയാക്കിട്ട് ബൈജു കൂടെ പൊളിക്കും മോനെ. പിടക്കും ഞാൻ പറഞ്ഞ പോകാം. കുച്ചുപ്പുടി ഒന്നും ആർക്കും സൂചിക്കുന്നില്ല. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിനക്കത് ചെയ്യാൻ പറ്റാ. നീ കസര നിന്നിട്ട് പൊക്കോണം. ഞാൻ എന്നാ ചെയ്യുന്നേ? നീ ആരാണ് അവനാ ചെസ്റ്റ് നമ്പർ കൊടുത്തത്? ആ ബൈജുവിന്. എന്റെ പൊന്നേട്ടാ, ഞാൻ ബൈജുവിന് ചെസ്റ്റ് നമ്പർ ഒന്നും കൊടുത്തില്ല. അവൻ തന്നെത്താൻ എഴുതിക്കൊണ്ട് വന്ന് കയറിയതാ. ആണല്ലേ? എന്തൊരു അവിടെ കിടന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചെവിക്കലടിച്ച് പറിക്കും. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ അല്ല ബൈജുവിന്റെ. നമ്മളല്ലേ മുമ്പ് അവനെ അവിടെ ഇറക്കി വിട്ടത്. എന്റെ പൊന്നെ, പിന്നെ ആ സ്റ്റേജിൽ കയറി കിടന്ന് ബഹളം വെക്കുക. അങ്ങോട്ടൊന്ന് വന്നേ. ഞാനും കൂടെ വരും. ഇന്ന് അവനെ കുച്ചുപ്പുടി കളിപ്പിക്കാം. ഇവനെ ഇന്ന് ഞങ്ങൾ ശരിയാക്കാം. കുച്ചുപ്പുടി എന്ന് പറഞ്ഞ് നിന്നെ ഏരിയ കണ്ട ഈ കുച്ചിപ്പുടി കളിക്കണ്ടായിരുന്നു.